അന്താരാഷ്ട്ര റെഡ് ക്രോസ് ഡേ എന്നാണ്? ഉത്തരം മെയ് 8. റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം? ഉത്തരം 1863 ഒക്ടോബർ 29. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല എന്താണ്? ഉത്തരം സേവനം. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ന്യൂഡൽഹി. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ പ്രസിഡന്റ്? ഉത്തരം ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ചെയർമാൻ? ഉത്തരം കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്ന വർഷം? ഉത്തരം 1920. റെഡ് ക്രോസിൻ്റെ പതാകയുടെ നിറം വെള്ള. വെള്ള പതാകയിൽ ചുവപ്പ് നിറത്തിലുള്ള കുരിശിൻ്റെ ചിത്രം. ഇന്ത്യയിലെ ജൂനിയർ റെഡ് ക്രോസ് സൊസൈറ്റിയിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം പഞ്ചാബ്. റെഡ് ക്രോസ് അന്തർദേശീയ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം? ഉത്തരം 25. അന്താരാഷ്ട്ര റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം ഏത് രാജ്യത്താണ്? ഉത്തരം സ്വിറ്റ്സർലാൻഡ്. ഏതു ജില്ലയിലാണ് മലയാളക്കരയിൽ ആദ്യ JRC യൂണിറ്റ് പ്രവർത്തനമാരംഭിച്ചത്? ഉത്തരം പാലക്കാട്. JRC യൂണിറ്റിൻ്റെ ചുമതലയുള്ള ആളിനെ ഡാഷ് എന്ന് വിളിക്കുന്നു? ഉത്തരം കൗൺസിലർ. യുദ്ധക്കെടുതികളിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപം കൊണ്ട ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന? ഉത്തരം റെഡ് ക്രോസ്. റെഡ് ക്രോസിൻ്റെ മുഖവാക്യം? ഉത്തരം മാനവികതയുടെ കരുത്ത്. ഏറ്റവും കൂടുതൽ തവണ നോബൽ സമ്മാനം ലഭിച്ച സംഘടന? ഉത്തരം റെഡ് ക്രോസ് 3 തവണ. റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകനായിരുന്ന ജീൻ ഹെൻറി ഡുനന്റ് ജനിച്ചത് എന്നാണ്? ഉത്തരം 1828 മെയ് 8. സോൾഫെറിനോ യുദ്ധം ഏതു വർഷമായിരുന്നു? ഉത്തരം 1859 ഇറ്റലിയിൽ. ജീൻ ഹെൻറി ഡുനന്റ് എഴുതിയ എ മെമ്മറി ഓഫ് സോൾഫെറിനോ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷം? ഉത്തരം 1862. കേരള റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം? ഉത്തരം വഞ്ചിയൂർ, തിരുവനന്തപുരം.